ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്തെന്ന് പറയുന്നത് ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ തന്നെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് പ്ലാസ്റ്റിക് മണി. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡിനെയാണ് പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നത് വാട്ട് ഡു വി ഡിഡക്റ്റ് ഫ്രം ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ടു ഗെറ്റ് ദ നെറ്റ് പ്രൊഡക്റ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയും. GNP എന്ന് പറയുന്നത് GNPയിൽ നിന്നും ഏത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ NETയിലേക്ക് കിട്ടുന്നത് നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് ഏത് കുറയ്ക്കുമ്പോഴാണ്? ലോസ് ഓർ ഡിപ്രക്ഷൻ. അപ്പോൾ ലോസ് കുറയ്ക്കുമ്പോഴാണ് നമുക്കുണ്ടാകുന്ന ലോസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ആണ് ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡീൽസ് വിത്ത് എക്കണോമിക് ഒഫൻസ്. എക്കണോമിക് ഒഫൻസുമായി ബന്ധപ്പെടുന്നത് ഏതാണ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഓപ്ഷൻസ് POTA, TADA, MISA, അതുപോലെ തന്നെ COFEPOSA, COEFOSPA എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു COFEPOSPA എന്താണെന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു COFEPOSA എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ട്സ്. അതിനെയാണ് ഈ ഒരു COFEPOSA എന്ന് പറയുന്നത്, എക്കണോമിക് ഒഫൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വിച്ച് കൺട്രി ഈസ് ഫോളോയിങ് വൺ പാർട്ടി സിസ്റ്റം. ഏതൊരു രാജ്യമാണ് വൺ പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്? അതിന് ഉത്തരം എന്ന് പറയുന്നത് സ്പെയിനാണ്. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി ഈസ് ഗിവിങ് പ്രൊമിനൻസ് ടു ദ. അപ്പോൾ ഡെമോക്രസിയിലെ ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ് എന്ന് പറയുന്നത് സിറ്റിസൺസിനാണ്. അതുപോലെ തന്നെ ഹൗ മെനി ടൈപ്പ് ഓഫ് എമർജൻസീസ് ആർ ഇൻവേസിഡ് ബൈ. ഹൗ മെനി ടൈപ്സ് ഓഫ് എമർജൻസീസ് ആർ ഇൻവേസേഡ് ബൈ എന്ന് പറയുന്നത് 3. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് ആർട്ടിക്കിളിൻ്റെ ഇതിലാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 256 ആണ്. അതുപോലെ തന്നെ ഹൂ വാസ് ദ ഇന്ത്യൻ റൂളർ ഹൂ ഹാഡ് ടെറിട്ടറി ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ടെറിട്ടറി ഉണ്ടായിരുന്ന റൂളർ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യാനി, കനിഷ്ക, ഇവർക്കാണ് ഈ ഒരു ഇന്ത്യക്ക് പുറത്ത് ഇതുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് വാസ് ഫൗണ്ടഡ് ബൈ ഭീംസിറ. ഭീംസിറ എന്ന് പറയുന്നത് ഏത് ഡൈനാസ്റ്റിയാണ് ഫൗണ്ട് ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം എന്ന് പറയുന്നത് ഹരിയങ്കയാണ്. ഹരിയങ്ക എന്ന് പറയുന്നതാണ് ഭീംസിറ എന്ന് പറയുന്ന ഡൈനാസ്റ്റി ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ വാട്ട് വാസ് ദ അനദർ നെയിം ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ വേറൊരു പേര് എന്താണ്? ഓഗസ്റ്റ് കർണാത്തി. ഓഗസ്റ്റ് കർണാത്തി എന്ന് പറയുന്നതാണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യയുടെ വേറൊരു പേര്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് സെഷൻ കോൺഗ്രസ് പാർട്ടി വാസ് സ്പ്ലിറ്റ്. കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ആയത് ഏത് സെഷനിലാണ് എന്ന് വെച്ചിട്ടുണ്ട്. സൂററ്റ് 1906 സൂററ്റ് 1906 ഈ ഒരു കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ആയത്. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ വേർ ഈസ് ദ സാലാർ ജംഗ് മ്യൂസിയം സിറ്റുവേറ്റഡ്. സാലാർ ജംഗ് മ്യൂസിയം എന്ന് പറയുന്നത് അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? അത് ഹൈദരാബാദിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വേർ ഡിഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മിനിയേച്ചർ പെയിൻറ്റിങ് ഓഫ് ഇന്ത്യൻ ഹെറിറ്റേജ് നോട്ട് ഹാപ്പൻ അറ്റ് ദ ഫോളോയിങ്. ഈ പറയുന്നതിൽ എവിടെയാണ് ഈ ഒരു മിനിയേച്ചർ പെയിൻറ്റിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കാത്തത് എന്നാണ് ചോദ്യം. നടന്നതല്ല, നടക്കാത്തത്. നടന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു C ഓപ്ഷൻ വെച്ച് ബാക്കി എല്ലാം നടന്നതാണ്. നടക്കാത്തതെന്ന് പറയുന്നത് കൃഷ്ണഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് നടക്കാത്തത് മിനിയേച്ചർ പെയിൻറ്റിങ്ങിൻ്റെ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ലൊക്കേറ്റഡ് ദ ലിപ് ലേക്ക് പാസ്. ലിപ് ലേക്ക് പാസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു ലിപ് ലേക്ക് പാസ് വരുന്നത്. അതുപോലെ തന്നെ 51ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലേക്സ് എസ് സാൾട്ട് വാട്ടർ ലേക്ക്. ഏതൊരു ലേക്കിനെയാണ് എസ് സാൾട്ട് വാട്ടർ ലേക്ക് എന്ന് അറിയപ്പെടുന്നത്? അതെന്ന് പറയുന്നത് സാമ്പാർ ലേക്കിനെയാണ്, സാമ്പാർ. അതുപോലെ തന്നെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഈസ് നോൺ ആസ് സാഫ്രോൺ കൾട്ടിവേഷൻ.
സാഫ്രോൺ കൾട്ടിവേഷൻ ജമ്മുവിൽ അറിയപ്പെടുന്നത് ഏത് പ്ലേസിനെയാണ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പാംപൂറാണ് ഈ ഒരു സാഫ്രോൺ കൾട്ടിവേഷൻ എന്നറിയപ്പെടുന്നത്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീജിയൻ റിസീവ്സ് റെയിൻഫാൾ ബൈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കാരണം റെയിൻഫാൾ വരുന്ന റീജിയൻ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പഞ്ചാബിലാണ് ഈ ഒരു വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കാരണം റെയിൻഫാൾ വരുന്നത്. അതുപോലെ തന്നെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മിനറൽസ് ഹാസ് അനദർ നെയിം കാൾഡ് ബ്രൗൺ ഡയമണ്ട് എന്നൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു മിനറൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലിഗ്നൈറ്റ് ആണ് ഈ ഒരു ബ്രൗൺ ഡയമണ്ട് എന്നൊരു പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 55ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് റിസീവ്സ് ഫസ്റ്റ് മൺസൂൺ ഇൻ സമ്മർ. സമ്മർ സീസണിൽ ആദ്യം കിട്ടുന്നത് ഏത് പാർട്ടിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ടിലാണ് മൺസൂണ് സമ്മർ സീസണിൽ ആദ്യമേ കിട്ടുന്നത് വെസ്റ്റേൺ ഘട്ടിലാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പ് ഓഫ് റെയിൻ ഡ്രോപ്സ് ഈസ് ഡ്യൂ ടു. റെയിൻ ഡ്രോപ്പിന് സ്പെറിക്കൽ ഷേപ്പ് വരാനുള്ള കാരണം എന്താണ്? സർഫസ് ടെൻഷനാണ്. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇൻ ഫിസിക്സിലെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ടൈം, ലെങ്ത്, വെയിറ്റ്, മാസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ വരാത്തത് വെയിറ്റ് മാത്രമാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രൊഡ്യൂസ് മോർ സിവിയറായി ബേൺ ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതാണ്? ഓപ്ഷൻസ് ബോയിൽ വാട്ടർ, സ്റ്റീം, ഹോട്ട് എയർ, സൺറേ. ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് സ്റ്റീമിനാണ്. ആവിക്കാണ് ഏറ്റവും കൂടുതൽ ബേൺ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കമ്പയർ റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് കിഡ്നി സ്റ്റോൺ ഫോർമേഷന് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നത് ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ അതിന് സോഡിയം ക്ലോറൈഡ്, സിലിക്കേറ്റ്സ്, കാൽഷ്യം ഓക്സലേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സലേറ്റ് ആണ്. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം, ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ റീസെൻ്റായിട്ട് ഓരോ എക്സാംസിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കൈൻഡ്സ് ഓഫ് ലെൻസസ് ആർ യൂസ് ടു ട്രീറ്റ് അസ്റ്റിമാറ്റിസം. അതെന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ലെൻസാണ് യൂസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഇനേർട്ട് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയറിലെ ഇനേർട്ട് ഗ്യാസ്, ഏറ്റവും കൂടുതലുള്ള ഇനേർട്ട് ഗ്യാസ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ആർഗണാണ്. പിന്നെ അടുത്ത് പറയുന്നത് ദ മോസ്റ്റ് മാലബിൾ മെറ്റൽ ഈസ്. മാലിബിൾ ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് രണ്ട് ഇത് വരാം, മാലിബിളും ഡക്റ്റൈലും. അപ്പോൾ ഇതിലിപ്പോൾ ചോദിച്ചിരുന്നത് മോസ്റ്റ് മാലിബിളാണ്. മാലിബിൾ എന്ന് പറയുന്നത് ഗോൾഡാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഷീറ്റാക്കി മാറ്റാൻ പറ്റുന്നതാണ് ഈ ഒരു മാലിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് വനസ്പതി ഗീ ഫ്രം വെജിറ്റബിൾ ഓയിൽ. ഏത് ഗ്യാസാണ് വനസ്പതി ഗീ, വെജിറ്റബിൾ ഓയിലിൽ നിന്നും വനസ്പതി ഗീ ഇത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആണ് ആ ഒരു ഗ്യാസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിച്ച് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് ഓസ്നോസ്ഫിയർ എന്നറിയപ്പെടുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ ഏത് ലെയർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിനെയാണ് അറ്റ്മോസ്ഫിയറിൻ്റെ ഓസ്നോ ലെയർ എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ടേണിങ് യെല്ലോ ഇൻ താജ്മഹാളിൻ്റെ മാർബിളിൻ്റെ നിറം എന്ന് പറയുന്ന വൈറ്റ് ആണ്. അത് അടുത്തുള്ള ഫാക്ടറീസ് കാരണമാണ്, അതിന് ഒരുപാട് എയർ പൊല്യൂഷൻ കാരണങ്ങളാണ് അത് യെല്ലോ കളറാവുന്നത്. അപ്പോൾ അത് ഏത് ഗ്യാസിൻ്റെ കാരണം കൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. സൾഫർ ഡയോക്സൈഡ് കാരണമാണ് താജ്മഹാളിന് ഈ ഒരു യെല്ലോയിഷ് കളർ വരാനുള്ള കാരണം. മിഷൻ ഇന്ദ്രധനുഷ് ഈസ് റിലേറ്റഡ് ടു. മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് ഏത് ഇവൻറ്റും അല്ലെങ്കിൽ ഏതൊരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ്. ചിൽഡ്രൻ വാക്സിനേഷനെയാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്നറിയപ്പെടുന്നത്. അതുപോലെ അടുത്ത ചോദ്യം വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് റാണി ലക്ഷ്മിബായി പെൻഷൻ സ്കീം. റാണി ലക്ഷ്മിബായിയുടെ പെൻഷൻ സ്കീം ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? ഉത്തർപ്രദേശിലാണ് ഈ ഒരു റാണി ലക്ഷ്മിബായി പെൻഷൻ സ്കീം വരുന്നത്. അതുപോലെ തന്നെ വിച്ച് ഈസ് ദ നെയിം ഓഫ് ദി ഇൻഡിജിനസ് സബ്സോണിക് ക്രൂയിസ് മിസൈൽ ടെസ്റ്റ് ഫയർഡ് റീസെൻ്റ്ലി ബൈ ഇന്ത്യ റീസെൻ്റായിട്ട് ഇൻഡിജീനിയസ് ആയി ഉണ്ടാക്കിയ സബ്സോണിക് ക്രൂയിസ് മിസൈൽ ടെസ്റ്റ് ഫയർ റീസെൻ്റ്ലി ബൈ ഇന്ത്യ. അത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് നിർഭയ് ആണ്. ഈ ഒരു നിങ്ങൾ ആത്മനിർഭർ അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. നിർഭയ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഇൻഡിജീനിയസ് ആയിട്ട് ഇന്ത്യ സ്വന്തമായി ഉണ്ടാക്കിയ സബ്സോണിക് ക്രൂയിസ് മിസൈൽ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആഫ്രിക്കൻ കൺട്രീസ് ഹാസ് ലോഞ്ച്ഡ് എ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഇൻ ഒക്ടോബർ 2017.
ആഫ്രിക്കൻ കൺട്രി, ഏത് ആഫ്രിക്കൻ കൺട്രിയാണ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഒക്ടോബർ 2017 ക്രിയേറ്റ് ചെയ്തത്? അതെന്ന് പറയുന്നത് മൊറോക്കയാണ് ഈ ഒരു ആഫ്രിക്കൻ കൺട്രി സാറ്റലൈറ്റ് ഫോം ചെയ്തത് എർത്ത് ഒബ്സർവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യ ബീറ്റ് മലേഷ്യ റീസെൻ്റ്ലി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്പ് ടു ക്ലിഞ്ച് ഇറ്റ്സ് തേർഡ് ടൈറ്റിൽ? ഇന്ത്യ മലേഷ്യയെ ബീറ്റ് ചെയ്തത് ഏത് ടൈറ്റിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഏഷ്യൻ കപ്പിലാണ് ഇന്ത്യ മലേഷ്യയെ ബീറ്റ് ചെയ്തത്. അതുപോലെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിക്കം ദ ഇന്ത്യൻ വുമൺ ടു ടൈ അപ്പ് വിത്ത് ദ വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ്? വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റുമായിട്ട് ഏത് ഇന്ത്യൻ വനിതയാണ് ടൈ അപ്പ് ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ കവിതാ ദേവിയാണ് അതിൻ്റെ ഉത്തരം. പിന്നെ അതുപോലെ തന്നെ അടുത്ത ചോദ്യം ഗോൺഗോസു ഈസ് എ ചൈനീസ് നെയിം ഓഫ് വിച്ച് സിറ്റി? ഗോൺഗോസു എന്ന് പറയുന്നത് ചൈനീസ് ഏത് സിറ്റിയുടെ പേരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് ക്യാൻറ്റൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അതുപോലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ ഓൺലി വൺ ഓഫ് ദീസ് നൈബേഴ്സ് ഓഫ് ഇന്ത്യ ദാറ്റ് ഡസ് നോട്ട് യൂസ് ദ റുപ്പി ആസ് കറൻസി? ഏത് നൈബറിങ് രാജ്യമാണ് ഇന്ത്യയുടെ റുപ്പി എന്ന് പറയുന്ന കറൻസി യൂസ് ചെയ്യാത്തത്? ഡസ് നോട്ട് യൂസ് റുപ്പി ആസ് എ കറൻസി. അതെന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൂ ഹാസ് വോൺ ദ 2017 നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ്? 2017 നോബൽ പ്രൈസിന് എക്കണോമിക്സിന് കിട്ടിയത് ആരാണ് എന്നൊരു ചോദ്യമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അതിനുത്തരം എന്ന് പറയുന്നത് റിച്ചാർഡ് ടൈലറാണ് ഈ ഒരു 2017. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കാനുള്ളത് 2020 എക്കണോമിക് പ്രൈസ് കിട്ടിയത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു 2020 നോബൽ പ്രൈസ് എക്കണോമിക്സിന് കിട്ടിയത് പൗൾ മിൽഗ്രോമിനും റോബർട്ട് ബി വിൽസൺ, ഇവർ രണ്ടുപേർക്കുമാണ് നോബൽ പ്രൈസ് എക്കണോമിക്സിൽ കിട്ടിയത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 2017 അപ്പോൾ 2020 ഉത്തരം എന്ന് പറയുന്നത് പൗൾ മിൽഗ്രോമും റോബർട്ട് ബി വിൽസൺ, ഇവർ രണ്ടുപേർക്കുമാണ് ഈ ഒരു നോബൽ പ്രൈസ് 2020 കിട്ടിയത്. വീണ്ടും പേര് പറയുന്നത് പൗൾ മിൽഗ്രോം ആൻഡ് റോബർട്ട് ബി വിൽസൺ, ഇവർക്കാണ് 2020 നോബൽ പ്രൈസ് എക്കണോമിക്സിന് കിട്ടിയത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അണ്ടർ സക്ഷം യോജന ഓൺ 2017? ഒക്ടോബർ 17 ഏത് സ്റ്റേറ്റിലാണ് സക്ഷം യോജനയുടെ കീഴിൽ ഇൻട്രസ്റ്റ് കുറച്ചത്? അതിനുത്തരം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡാണ് എന്നുത്തരം. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്നത് ഇത് യൂണിയൻ ഗവൺമെൻറ് ഹാസ് അപ്രൂവ്ഡ് ദ കണ്ടിന്യൂഷൻ ഓഫ് വിച്ച് സെൻട്രലി സ്പോൺസേഡ് സ്കീം ഫോർ സ്റ്റേറ്റ്സ് ഇൻ November 2017? ഏത് യൂണിയൻ ഗവൺമെൻറ് ഹാസ് അപ്രൂവ്ഡ് ദ കണ്ടിന്യൂഷൻ ഓഫ് സർട്ടൻലി സ്പോൺസേഡ് സ്കീംസ് ഫോർ ദ സ്റ്റേറ്റ്സ് ഇൻ November 2017? അതെന്ന് പറയുന്നത് രാഷ്ട്രീയ കൃഷി വികാസ് യോജനയാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം ഇന്ത്യ ഹാസ് സെറ്റ് ഇറ്റ്സ് ഫസ്റ്റ് ഷിപ്മെൻറ്റ് ഓഫ് വീറ്റ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ത്രൂ ചമ്പാർ പോർട്ട്? ഇന്ത്യ ഫസ്റ്റ് ഷിപ്മെൻറ്റ് വീറ്റ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്? ഏത് രാജ്യമായിട്ടാണ് ഫസ്റ്റ് ഷിപ്മെൻറ്റ് ഫോർ വീറ്റ്? അതെന്ന് ചമ്പാർ പോർട്ട് വഴി, അതെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ് അതിനുത്തരം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ചോദ്യം ഇന്ത്യ ഈസ് ഗോയിങ് ടു ജോയിൻലി വെയർ എ മൾട്ടി റേഡിയോ ടെലസ്കോപ്പ് പ്രോജക്റ്റ് വിത്ത് വിച്ച് കൺട്രി? ഇന്ത്യ ജോയിൻ്റ് ആയിട്ട് ഒരു മൾട്ടി റേഡിയോ ടെലസ്കോപ്പ് പ്രോജക്റ്റ് നടത്തുന്നു, അത് ഏത് രാജ്യമായിട്ടാണ് എന്നാണ് ചോദ്യം. അതിനുത്തരം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. അതുപോലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റീസെൻ്റ്ലി ദ വേൾഡ് സ്മോളസ്റ്റ് സ്ക്വിറൽ വാസ് ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി? ഈയിടെയായി കണ്ടുപിടിച്ച ഏറ്റവും ചെറിയ സ്ക്വിറൽ അത് ഏത് രാജ്യത്തിലാണ് എന്നാണ് ചോദിച്ചിരുന്നത്. അത് ഇന്തോനേഷ്യയിലാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ബിക്കം ഫസ്റ്റ് സ്റ്റേറ്റ് ടു ലോഞ്ച് ഇലക്ട്രിക് ബസ് സർവീസ്? ഇലക്ട്രിക് ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്ത ഏത് സ്റ്റേറ്റാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഹിമാചൽ പ്രദേശാണ് അതിന് ഉത്തരം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൂ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ ഗവർണർ ഓഫ് ബീഹാർ? ബീഹാറിൻ്റെ ഗവർണറായി അപ്പോയിൻറ്റ് ചെയ്ത ആരാണ്? അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളെന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ നോക്കുക. ന്യൂ ഗവർണർ ഓഫ് ബീഹാർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ആരാണെന്ന് ഉണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ അടുത്ത ചോദ്യം ജഗ്മീത് സിംഗ് ഹാസ് ബീൻ ക്ലിയർഡ് ഫസ്റ്റ് നോൺ വൈറ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി NDP. NDP is a മേജർ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ വിച്ച് കൺട്രി? ഏത് രാജ്യത്താണ് NDP എന്ന് പറയുന്ന പാർട്ടി ഉള്ളത്? അതെന്ന് പറയുന്നത് കാനഡയിലാണ്. അതുപോലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യാസ് ഫസ്റ്റ് പ്രധാനമന്ത്രി കൗശൽ കേന്ദ്ര ഫോർ സ്കില്ലിംഗ് ഇൻ സ്മാർട്ട് സിറ്റീസ് വാസ് ഇനോഗ്രേറ്റഡ് ഇൻ വിച്ച് കൺട്രി? ഏത് സിറ്റിയിലാണ് പ്രധാനമന്ത്രി കൗശൽ കേന്ദ്ര ഫോർ സ്കില്ലിംഗ് ഇൻ സ്മാർട്ട് സിറ്റീസ്? അതെന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. അതുപോലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇൻ
September 2020, United States of American president has issued a new travel ban on 8 countries. Which of the following countries not in that list? അമേരിക്കൻ പ്രസിഡൻറ്റ് 2017 ഒരു സ്കീം അനുസരിച്ച് ന്യൂ ട്രാവൽ ബാൻ കൊടുത്തു. അത് 8 രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് രാജ്യമാണ് അതിലില്ലാത്തത് എന്നാണ് ചോദ്യം. സുഡാനാണ്. സുഡാൻ ഒഴികെ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ബാൻ ഉള്ളതാണ്.